ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഓസ്റ്റേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ അമ്മയില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണികളൊക്കെ തീർത്ത് വെച്ചു. അപ്പോൾ വെറുതെ ഇരിക്കുകയല്ലേ, എന്നാൽ പിന്നെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാനിങ് ഇല്ലാണ്ടാണ് കേട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തൃശ്ശൂരാണെങ്കിലും തൃശ്ശൂർ നമ്മൾ പോവാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. നല്ല കൂളായിട്ട് നമുക്ക് നമ്മുടെ മനസ്സൊക്കെ നല്ല കൂളാക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് പോവാം, കുറച്ച് നേരം ഒന്ന് നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് ചില്ലായിട്ട് ഇരിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. അങ്ങനെ തൃശ്ശൂർക്കാണല്ലോ പോകുന്നത്. അപ്പോൾ ചൊവ്വൂരിന്ന് നമ്മുടെ ജിത്തുമാമനെയും കൂടി പിക്ക് ചെയ്തുകൊണ്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ബാക്കി പരിപാടി നോക്കാമെന്നുള്ള നിലയിൽ നമ്മൾ അലങ്കാറിൻ്റെ പുതിയ റെസ്റ്റോറൻറ്റിലായിട്ടാണോ പോയത്. അവിടെ നിന്ന് നല്ല കലക്കനൊരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യാമെന്ന് കരുതി. കാരണം ബിരിയാണി കഴിച്ചിട്ട് കുറേ നാളായി. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ പുതിയ ഫുഡുകളൊക്കെയാണ് ട്രൈ ചെയ്ത് നോക്കാറ്. അപ്പോൾ ഇന്ന് എന്തായാലും ബിരിയാണി മതി എന്നുള്ള നിലയിൽ അങ്ങനെ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും BDF ഫിഷ് ഫ്രൈ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഉണ്ണിമോന് നമ്മൾ സാദാ വൈറ്റ് റൈസും അതുപോലെ തന്നെ സാമ്പാറും ഒക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആൾക്ക് അതൊന്നും വേണ്ട, ആൾക്ക് ചിക്കൻ ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ട് പപ്പ അതിൽ നിന്ന് വാരി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ചിക്കനൊക്കെ നല്ല എന്താ പറയുക, നല്ല ജ്യൂസി ആയിരുന്നു, നല്ല അടിപൊളി ഗ്രേവി, പിന്നെ അതിനകത്ത് മുട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് സാധാരണ ഇപ്പോൾ മേടിക്കാറുള്ള ചിക്കൻ ബിരിയാണിയിൽ മുട്ടയൊന്നും കാണാറില്ല. എനിക്ക് ഈ ചിക്കൻ ബിരിയാണിയിൽ മുട്ട കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ പൂമല ഡാം എന്നാണ് കേട്ടോ പറയുക. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. നമ്മളങ്ങനെ അധികം അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇത് പൂമല ഡാം എന്നാണ് പറയുക. ശരിക്കും പറയുകയാണെങ്കിൽ തൃശ്ശൂർ കാലടി റൂട്ടൊക്കെയാണ് കേട്ടോ കറക്റ്റ് ആ ഒരു റൂട്ടെന്ന് പറയുന്നത്. വളരെ എന്താ പറയുക, നല്ല കൂളായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഒരുപാട് നേരം ടെൻഷൻ ഫ്രീ ആയിട്ട് എന്താ പറയുക, നമ്മുടെ വീട്ടിലെ പണികൾ അതുപോലെ തന്നെ കുട്ടികളുടെ സ്കൂള് അങ്ങനെയുള്ള തലയ്ക്ക് വട്ട് പിടിച്ചിരിക്കുന്ന ചില സമയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള സമയത്ത് നല്ല ശാന്തമായിട്ട് നമ്മുടെ ടെൻഷൻ ഫ്രീ ആയിട്ട് മനസ്സിനെ നല്ല കൂളാക്കി വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. കുറേ നേരം ഇങ്ങനെ നമ്മുടെ ടൈം പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ഒരു നേരത്തെ തണുത്ത കാറ്റും ഒക്കെയാണ്. പറയുമ്പോൾ വലിയ എന്താ പറയുക, മറ്റുള്ള ടൂറിസ്റ്റ് പ്ലേസ് പോലെ ഭയങ്കര എന്ന് പറയാനൊന്നുമില്ല, എന്നാലും വളരെ അടിപൊളിയാണ്, അങ്ങനെ തന്നെ വേണം പറയാനായിട്ട്. പിന്നെ കുറേ ആൾക്കാരൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്കെപ്പോഴും നമുക്കൊരു ഫ്രീ സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഡാമാണിത്. നമുക്കതിൻ്റെ അടിയിലോട്ട് ഇറങ്ങി ചെല്ലാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അടിയിലൊക്കെ ആണെങ്കിൽ മുകളിൽ നിന്നിട്ടാണെങ്കിൽ ഇങ്ങനെയൊക്കെ കാണാനും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ ഉണ്ണിമോന് പപ്പ ഓരോന്നിങ്ങനെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ദേശാടന കിളികളൊക്കെ പോകുന്നുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഡാമിൽ ആ വെള്ളമൊക്കെ കാണുമ്പോൾ അതിൽ മീമി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ മൂപ്പർക്ക്. അങ്ങനെ നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു, നമുക്കായാലും വലിയവർക്കായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു വന്നുകൊണ്ട് നമുക്ക് പിന്നെ ആ ഒരു പേടിയില്ല. അങ്ങനെയായിരുന്നു. എന്താ പറയുക, കാണുമ്പോൾ തന്നെ കണ്ടോ അടിപൊളിയാണ് കേട്ടോ. ഞാൻ കുറച്ച് റീൽസും കുറച്ച് ഫോട്ടോസൊക്കെ കുറച്ചധികം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ അനീഷേട്ടൻ പറയുണ്ടായി, ഇതിപ്പോൾ നിൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് വന്ന പോലെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അപ്പോൾ ഇത് തൃശ്ശൂർ ഇങ്ങനൊരു സ്ഥലം ഉണ്ട് എന്നുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. ഇവിടേക്ക് വന്നവർ കുറേ പേരുണ്ടാവും. നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ പുറത്ത് പോകുന്നതൊക്കെ കുറവാണ്. അപ്പോൾ അനീഷേട്ടൻ ലീവിന് വരുമ്പോൾ മാത്രമാണ് നമ്മളിങ്ങനെ പുറത്തോട്ട് പോകുന്നതും ടൂറ് പോകുന്നതും ഒക്കെ. അല്ലെങ്കിൽ നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്, എൻ്റെ വീട്, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും അമ്പലങ്ങളിലേക്കോ അങ്ങനെ മാത്രമാണ് നമ്മൾ പോകാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു നിസ്സാര കാര്യമായിരിക്കും, പക്ഷേ നമുക്കിതൊക്കെ നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ ഡാമിൻ്റെ അടിഭാഗത്തേക്ക് നമുക്കിങ്ങനെ നടന്നു പോകാം. വലിയ എന്താ പറയുക, കുറച്ച് അടിയിലേക്ക് ഇങ്ങോട്ട് കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ താഴത്തോട്ട് ഇറങ്ങാൻ നല്ല എളുപ്പമായിരുന്നു. മുകളിലോട്ട് കയറിയപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ കഷ്ടപ്പെട്ടു പോയി. പിന്നെ ഈ വെള്ളം ഉണ്ടല്ലോ ഭയങ്കര തണുപ്പാണ്. ശരിക്കും നമുക്ക് നല്ല തെളിനീര് പോലെയാണ്, ഇങ്ങനെ കുടിക്കാൻ തോന്നും കേട്ടോ. പിന്നെ ചുറ്റിലും കാടാണ്. ശരിക്കും നമുക്ക് പേടിയാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് തോന്നിപ്പോവും. അത്രയും ഭയങ്കര കാടാണ്. ഉള്ളിലോട്ട് അങ്ങോട്ട് സ്പേസ് ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ധൈര്യമുള്ളവരാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ
ഉള്ളിലോട്ടൊക്കെ കടന്ന് പോകാം. പക്ഷേ നമ്മൾ അതിനൊന്നും നിന്നില്ല, റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ കുറേ മീനുകൾ ശരിക്കും പറഞ്ഞാൽ മോളിലൊക്കെ പോയിട്ട് നമ്മളൊരു ഫിഷ് സ്പാ ചെയ്യുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ എൻ്റെ കാല് വെച്ച് കൊടുത്തപ്പോൾ ഒരു 100 ഒരു 10-200 മീനുകൾ വന്നിട്ടാണ് നമ്മളെ ഇക്കിളിയാക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ മോളുകളിലൊക്കെ പോകുന്ന അതേ ആ ഒരു ടൈപ്പ് ഓഫ് ഫിഷ് തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഉണ്ണിമോൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ കഷ്ടപ്പെട്ടു പോയി. നല്ല നല്ല സ്ഥലങ്ങളാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഉള്ളിലോട്ട് അങ്ങോട്ട് കയറി ചെല്ലാനൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും വൈൽഡ് അനിമൽസ് മീൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ ഉണ്ണിമോൻ ആ വെള്ളത്തിലോട്ട് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവിടെ അധികം നേരം നിൽക്കാൻ നിന്നില്ല. നമ്മൾ മുകളിലോട്ട് കയറി പോരാണ് ചെയ്യുന്നത്. താഴത്തേക്ക് ഇറങ്ങി അത്രയ്ക്ക് അങ്ങോട്ട് എളുപ്പമുണ്ടായിരുന്നില്ല മുകളിലോട്ട് കയറാൻ. ശരിക്കും ക്ഷീണിച്ച് പോയി, വയ്യാണ്ടായി, മട്ടി വാലാട്ടിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ നേരെ ജിത്തുവിനെ വീട്ടിൽ കൊണ്ടാക്കാനായിട്ട് വീട്ടിലോട്ട് പോകാൻ കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.